ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ സങ്കടമാണ് ഉസ്താദെ, കടം പൈസ കൊടുത്തു തിരിച്ചു തരണില്ല, സ്വർണം കൊടുത്തു തിരിച്ചു കിട്ടണില്ല, ചോദിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ വലിയ ശത്രുവാണ് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നൊമ്പരത്തോടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. പൈസ എത്രയോ രൂപ കിട്ടാനുണ്ട്, ചോദിച്ച് മടുത്തു. എന്തെങ്കിലും വകുപ്പുണ്ടോ, എന്തെങ്കിലും ദിക്റുണ്ടോ, എന്തെങ്കിലും ദുആയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കമന്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലരും നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയുള്ള പരിശുദ്ധമായ ഖുർആനിലെ ഒരു മരുന്ന്, ഒരു അത്ഭുതത്തിന്റെ ആയത്ത്, ഈ 2 ആയത്ത് നിങ്ങൾ ഓതിയാൽ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടുകയും കിട്ടാനുള്ള സ്വർണമാകട്ടെ എന്താണോ നിങ്ങൾ ഈടായിട്ട് നൽകിയത് അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ 2 ആയത്തുകളെ പറ്റിയും ചില അമലുകളെ പറ്റിയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു വലിയ സമാധാനമാകുമെന്ന് ഉറപ്പാണ്. പലരും അനുഭവത്തിലൂടെ അവർക്ക് നേരിട്ട് മനസ്സിലായ കാര്യമാണ്. ഉറപ്പായി അനുഭവസ്ഥർ പറയുന്നു എനിക്ക് പൈസ തിരിച്ചു കിട്ടി എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അത്ഭുതത്തിന്റെ 2 ആയത്തുകളെ പറ്റി ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി നിങ്ങളുടെ സഞ്ചരിക്കുകയാണ്. ചേർത്തു പിടിച്ചവർ, ഷെയർ ചെയ്യുന്നവർ, അതുപോലെ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ പലരുടെയും ജീവിതത്തിൽ ചോദ്യചിഹ്നമായി മാറി നിൽക്കുന്ന ഒരു വലിയ സങ്കടത്തിന് പ്രതിവിധിയാണ് ഇന്ന് നമ്മൾ പഠിക്കുക. എന്താണെന്നല്ലേ? നമുക്കറിയാം, കടം നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ കൊടുക്കും. ഇവിടെ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ തരുമോ, എടി ഒരു 500 രൂപ ഉണ്ടെങ്കിൽ തരുമോ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ 5000 രൂപ പലരും നമ്മൾ ചോദിച്ചപ്പോൾ കൊടുത്തു. പലരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങൾ, അനുജന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ സ്വർണ്ണമൂരി കൊടുത്തു, തിരിച്ചു കിട്ടുന്നില്ല. എന്തെങ്കിലും നിർവാഹമുണ്ടോ? വസ്തുവിന്റെ പ്രമാണം കൊടുത്തു, തിരിച്ചു ചോദിക്കുമ്പോൾ ഇളിച്ചു കാണിക്കുന്നു, ദേഷ്യപ്പെടുകയാണ്, അവര് മുഖം തരാതെ നടക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ വലിയൊരു തീക്കനലുമായി നടക്കുന്ന ഒരുപാട് കൽബുകളുണ്ട്, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ എത്രയും വേഗം കിട്ടാനുള്ളതൊക്കെ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വിഷമം അവർ അനുഭവിക്കുന്നുണ്ടെന്നറിയോ? ഏറ്റവും നല്ല സൗഹൃദത്തിലിരിക്കുന്നവർ വലിയ ശത്രുതയിലേക്ക് മാറുന്നത് സമ്പത്തിന്റെ വിഷയത്തിലാണ്, അല്ലേ? അന്ന് വരെ ചിരിച്ചു കാണിച്ചവർ പിന്നീട് ശത്രുക്കളായി മാറുകയാണ്. കടം ചോദിച്ച് നമ്മളിലേക്ക് വരുമ്പോ വലിയ വിനയത്തോടെ, സങ്കടത്തോടെ, നൊമ്പരത്തോടെ നമ്മളെ വന്ന് ചേർത്ത് പിടിക്കുന്നു, വർത്താനം പറയുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. പിന്നെ അതിന്റെ അവധി കഴിഞ്ഞ് പൈസ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് യാചിക്കുന്നത് പോലെയാണ് നമ്മുടെ പ്രതിവിധി, ഇല്ലേ? നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്നത് ഒരു യാചകനേക്കാൾ തരം താഴ്ന്ന്, അല്ലെങ്കിൽ ഒരു യാചകനേക്കാൾ ഏറ്റവും താഴേക്കിടയിലേക്ക് വന്നുകൊണ്ട് ചോദിക്കേണ്ട അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ 10-ാം തീയതി തരാമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി, 10-ാം തീയതി ഇല്ല, പക്ഷെ നല്ല വാക്ക് പറയാമല്ലോ, അല്ലെങ്കിൽ വിളിച്ചാൽ ഫോൺ എടുക്കാമല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ട് പറയാം, അതെ ഞാൻ വന്നത് പൈസ ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നീ കഴിയുന്നില്ല, 2 ദിവസം കൂടി അത് വലിയ സന്തോഷമാണ്. ഇത് നമ്മൾ വരുന്ന വഴിയിലാണെങ്കിൽ ഒരു മാറി നടക്കും, വിളിച്ചാൽ ഫോൺ എടുക്കൂല, വീട്ടിൽ ചെന്ന മക്കൾ പറയും വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറഞ്ഞു. ആര് പറഞ്ഞു? വാപ്പ പറഞ്ഞു എന്ന രീതിയിലേക്ക് നമ്മൾ പലരും മാറാറുണ്ട്. അതുപോലെ തന്നെ ഒരു വട്ടം സഹായിച്ചാൽ പിന്നെ നമ്മളെ സഹായിക്കൂല, വീണ് കിടന്നാൽ പോലും ചെയ്യൂല, തിരിഞ്ഞു നോക്കൂല. ആ രീതിയിലേക്ക് ഇന്ന് മനസ്സുകൾ മാറിയിരിക്കാണ്. എന്നാൽ അതിന് പ്രതിവിധിയാണ് വാങ്ങുന്നവർ ശ്രദ്ധിക്കാനുള്ളത്, കൊടുക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഒന്ന്, തിരികെ നൽകുന്നവർ തിരികെ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവുള്ളൂ. അതായത് നമുക്ക് കുറച്ച് ഫണ്ട് വരാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്, അങ്ങനെ കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്ന ഉറപ്പിന്മേൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, നമ്മൾ കടം വാങ്ങാവുള്ളൂ. നമ്മൾ എന്താ പറ്റുക, എപ്പോഴെങ്കിലും കൊടുത്താൽ മതി എന്ന ചിന്തയോടെ നമ്മൾ ഒരിക്കലും കടം വാങ്ങരുത്. അത് വാങ്ങുന്നത് പ്രശ്നമാണ്. കടബാധ്യത ബാക്കി നിൽക്കാൻ നമ്മൾ മരണപ്പെട്ടാൽ സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശൂല, നിബിതങ്ങളും മയ്യത്ത് പോലും നമസ്കരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ചിന്തിക്കണം, കടം ഒരു വലിയ ബാധ്യതയാണ്. നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ഉസ്താദ് പറയും, ഈ മരണപ്പെട്ട മയ്യത്തിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം വാക്കാലെ പ്രവർത്തനത്താൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടാൻ പറ്റുന്ന പൊരുത്തപ്പെടണം, ഇല്ലെങ്കിൽ മക്കളെടുത്ത് ചോദിക്കണം. അപ്പൊ പുറകെ നാൾ പറയും, ആദ്യം മോൻ തരാള് തന്നിട്ട് വാപ്പാറേക്കാം. ഉസ്താദ് പറയും, വാപ്പ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുവച്ചേക്കാണ്, അതെ ഈ മയ്യത്ത് സാമ്പത്തികം എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറുതാണെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാം, വലിയ തുകകൾ വല്ലതും ഉണ്ടെങ്കിൽ മൂത്ത മകൻ, ഉദാഹരണത്തിന് മൂത്ത മകൻ അബ്ദുള്ള, ഉദാഹരണം പറയണം, ഇതേ അബ്ദുള്ളയെ ബന്ധപ്പെട്ടാൽ മതി എന്ന് പറയും. അപ്പൊ പുറയുന്ന ഒരാൾ, ഉസ്താദെ ആദ്യം അബ്ദുള്ള തരാനുള്ള കാശിക്ക് തന്നേക്കട്ടെ, എന്നിട്ട് വാപ്പാന്റെ മുതൽ അവനെ ഏൽപ്പിച്ചാൽ
മതി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ തിരികെ കൊടുക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കടം നമ്മൾ വാങ്ങാവുള്ളൂ. അതുപോലെ നൽകിയവരെ, കടം നൽകിയവരെ കൊടുക്കുന്ന ഇടപാടുകൾ ചെയ്യരുത്. പൈസ തരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ കൊണ്ടു കൊടുക്കുക. അവരെ ഇട്ട് പുറകെ നടത്തിച്ച് ഇടങ്ങേറിലാക്കുന്ന, അവസാനം അവരുടെ കൺമുന്നിൽ തീരെ നിർവാഹമില്ലാതെ ഒരാൾ വന്നാൽ പോലും അവരെ സഹായിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അവരിടങ്ങേറാക്കാൻ പാടില്ല. നമ്മൾ പൈസ തന്ന് സഹായിച്ചവർ ഒരിക്കലും ഇടങ്ങേറാക്കല്. കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരോട് വിളിച്ച് കാര്യം പറയുക. മനുഷ്യരാണല്ലോ, മനസ്സിലാവൂലേ, അങ്ങോട്ട് പോയി പറയുക. ഇത് ഇങ്ങോട്ട് വന്ന് തിരക്കി അവസാനം പറയും പിന്നെ തരാം എന്ന രീതി ഉണ്ടാകരുത്. മൂന്നാമത്തത്, എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് പ്രത്യേകം പറയാനുള്ളത്, ഭർത്താവ് അറിയാതെ ഒരു ഇടപാടിനും നിങ്ങൾ നിൽക്കരുത്. എന്ത് ചെയ്യും? അപ്പുറത്തോളം വന്നിട്ട് പറയും, എടിയെ ഇത് വലിയൊരു പ്രശ്നമാണ്, നീ നിന്റെ മാല ഒന്ന് തരുമോ? ആരും അറിയണ്ട, 2 ദിവസത്തിന് എനിക്ക് പൈസ വരാണ്ട് തിരിച്ചു തരാം. ഭർത്താവ് അറിയണ്ട, ഗൾഫിലായിരിക്കും സഹോദരൻ, ആ ഭർത്താവ് ഗൾഫിലായിരിക്കും, ആരും അറിയണ്ട, ഞാൻ എടുത്തു തരാടി. വല്ല ചങ്കും ചങ്കുമാണ്. കുടുംബശ്രീ ഉണ്ടാവൂലേ? കുടുംബശ്രീ ഉണ്ടാവും, അയൽക്കൂട്ടം അങ്ങനെ ഉണ്ടാവൂലേ? അയൽക്കൂട്ടം കുടുംബശ്രീ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എല്ലാവരും പൈസ എടുക്കുമ്പോൾ ലോൺ എടുക്കുമ്പോൾ എല്ലാവരും ഒപ്പിട്ട് കൊടുത്താലേ എല്ലാവർക്കും പൈസ കിട്ടുള്ളൂ. ആ രീതിയിലേക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ, 1 ലക്ഷമോ 2 ലക്ഷം കടമെടുക്കും. വീട്ടിൽ പറയില്ല, ഭർത്താവിനോട് പറയൂല. അയൽക്കൂട്ടമല്ല, പെണ്ണുങ്ങളെ കാര്യമില്ല, എന്തിനാ അപ്പൊ ഭർത്താവിനെ അറിയിക്കണേ? പാടില്ല. ഭർത്താവ് അറിയാതെ 1 രൂപ പോലും നിങ്ങൾ കടം കൊടുക്കരുത്. അവസാനം കടം നിങ്ങൾ കിട്ടാതെ വരുമ്പോ പിന്നീട് ഭർത്താവിനോട് പറയുമ്പോ ഓൻ ചിന്തിക്കണം, എന്താ അവൾ എന്നോട് പറയാത്ത, തീരെ നിർവാഹം ഇല്ലാതെ വന്നപ്പോഴല്ലേ എന്നോട് പറയണേ എന്ന ചിന്ത വന്നാൽ അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ബാധിക്കും. പറയുക, ഇങ്ങനെ ആവശ്യം വന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ, അങ്ങനെ കൊടുത്തു കേട്ടോ എന്ന് പറയല സന്തോഷാണ്. കൊടുക്കാതിരിക്കട്ടെ, മറ്റൊരു വിഷയം. പക്ഷെ ഭർത്താവ് അറിയാതെ ഒരു ഇടപാടിനും എന്റെ സഹോദരിമാർ, എന്റെ ഉമ്മമാർ, പെങ്ങന്മാർ നിൽക്കരുത്. അത് ഭർത്താവിന്റെ അനുജത്തി ആയിരിക്കും. ചില ഭർത്താവിന്റെ അനുജത്തി അല്ലെങ്കിൽ ഭർത്താവിന്റെ ജ്യേഷ്ഠ ഇത്താത്ത വന്നിട്ട് പറയും, അതെ എടിയെ പാത്തു വന്നപ്പോ, പാത്തു നിന്റെ മാലവും തരാവോ? ഞാൻ ഇക്കാക്കെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം, നീ പറയാൻ നിൽക്കണ്ട, ഞാനത് തഞ്ചത്തിൽ പറഞ്ഞോളാം, നീ പറയണ്ട കേട്ടോ എന്ന് പറയുന്നു. നമ്മൾ എടുത്തു കൊടുക്കുന്നു. ഓള് പറയൂല്ല, നമ്മളിട്ട് പറയൂല. അവസാനം ചോദിച്ച് മടുക്കുമ്പോ, അതെ ഇക്കാക്കറിഞ്ഞ പ്രശ്നമാണ്. എന്തൊട്ട് പ്രശ്നം? അത് നീ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പിന്നെ നമ്മുടെ തലയിലേക്ക് ഇട്ട് അവർ ഒഴിയുന്ന രംഗം വന്നാൽ നമ്മുടെ കുടുംബ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഭർത്താവ് അറിയാതെ 1 രൂപയും നമ്മൾ എന്ത് ചെയ്യല്, ആർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ കടം കൊടുക്കുന്നവർ അറിയാം, കടം കൊടുക്കുന്ന സ്വതക്കയേക്കാൾ കൂലിയുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പോൾ അവന് ചിലപ്പോൾ പൈസ ആവശ്യമായി കൊള്ളണമെന്നില്ല. കടമായി ചോദിച്ചു വരുമ്പോൾ തീരെ നിർവാഹമില്ലാഞ്ഞിട്ടാണ് ചോദിച്ചു വരിക. അത് കൊടുക്കൽ സ്വതക്കയേക്കാൾ കൂലിയുണ്ടെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ കടം നൽകിയ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, കടം നൽകുമ്പോൾ ഇടവും നൽകണം. ഒരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 10-ാം തീയതി തരണമെന്ന് പറഞ്ഞു, 10-ാം തീയതി രാവിലെ തന്നെ ഓന്റെ വീട്ടിൽ പോയി നിൽക്കണം പൈസ മേടിക്കാൻ. അല്ല, നമ്മൾ 2 ദിവസം കൂടി, 3 ദിവസം, ഒരാഴ്ച കൂടിയൊക്കെ ഒരു ഇളവ് കൊടുക്കണം. ചിലപ്പം കറങ്ങി പൈസ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. 2-3 ദിവസം കൂടി ഇളവ് കൊടുക്കുക. ആ കടം കൊടുത്താൽ കുറച്ച് വിടുതിയും കൂടി നമ്മൾ കൊടുക്കണം, ഇടം കൂടി കൊടുക്കണം എന്ന് പറയും. അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അതുപോലെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഒരാളെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു ആ മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങുന്നവരും കടം കൊടുക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുടെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഇനിയാണ് അവിടെ പ്രധാന വിഷയം. ഇനി പറയാനുള്ളത്, പൈസ കിട്ടാനുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ കൊടുത്തുപോയി, പക്ഷെ തിരിച്ചു കിട്ടുന്നില്ല. സമ്പത്താകാം, പൈസയാകാം, സ്വർണ്ണമാകാം, വസ്തുവിന്റെ പ്രമാണാകാം, പണയം വെക്കാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു വിഷയം, ലോൺ വെക്കാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു വിഷയം, അത് മറ്റൊരു ചർച്ചയാണ്. അത് ഹറാമാണോ അനുവദനീയമാണോ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയും. അത് വേറെ വിഷയം. ഇത് കിട്ടാനുള്ള കാര്യങ്ങൾ തിരിച്ചെടുക്കണമല്ലോ, അതിന്റെ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, കൃത്യമായി നമസ്കരിക്കുക. നമ്മൾ അള്ളാന്റെ സഹായം ഇല്ലാതെ എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല. അള്ളാന്റെ സഹായം വേണോ, അത് നമസ്കാരം കൃത്യമാക്കുക. റബ്ബ് നമ്മളെ സഹായിക്കണമെങ്കിൽ അള്ളാന് കൊടുക്കാനുള്ള നമ്മുടെ ഹക്ക് നമ്മൾ വീഴണം. കൃത്യമായി നമസ്കരിക്കുന്നവരാവുക. രണ്ടാമത്തെ വിഷയം, നമസ്കാര ശേഷം 5 വഖത്ത് നമസ്കാര ശേഷവും ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ളവർ, പവൻ സ്വർണം കിട്ടാനുള്ള, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില എന്താ? ബാങ്കിലാണ്, അത് എടുത്തു തരണില്ല. ചോദിച്ചു മടുത്തു. എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, നമ്മൾ ചോദിച്ചിട്ട് തരണില്ല. രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, എല്ലാ നമസ്കാര ശേഷം സൂറത്തുൽ ഫത്ഹ്, നമുക്കറിയാം സൂറത്തുൽ ഫത്ഹ് അത്ഭുതങ്ങളുടെ സ്വലാത്താണ്, അത്ഭുതങ്ങളുടെ സൂറത്താണ്. ആ പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹിലെ ഒരു ആയത്തുണ്ട്. എത്രാമത്തെ ആയത്താണ്? ഏറ്റവും അവസാനത്തെ ആയത്ത്. സൂറത്തുൽ ഫത്ഹിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിളവാന
സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ് ദാലിക മസലഹും ഫിത് തൗറാത്തി വമസലഹും ഫിൽ ഇൻജീലി കസറഇൻ ഖറജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലള ഫസ്തവാ അലാ സൂഖിഹി യുഅജിബു الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിലെ അവസാന ആയത്ത്. സൂറത്തുൽ ഫത്ഹിലെ അവസാന ആയത്ത് നിശ്ചിത എണ്ണം, ഇത്ര എണ്ണമൊന്നുമില്ല, ഒറ്റയാകല സുന്നത്ത്. അതൊരു 11 ആകാം, 33 ആകാം, 7 ആകാം. എത്രയാണോ നമുക്ക് സമ്പത്ത് കിട്ടാനുള്ളത്, നമ്മുടെ ആ മനുഷ്യന്റെ മനസ്സലിയേണ്ടത് അതനുസരിച്ച് നമ്മൾ ചില കൃത്യ എണ്ണമില്ല. അപ്പൊ ഒന്നാമത് നിസ്കാരം കൃത്യമാക്കുക. രണ്ടാമത്തത് എല്ലാ ഫർദ് നമസ്കാര ശേഷവും സൂറത്തുൽ ഫത്ഹിലെ അവസാന ആയത്ത് നമ്മൾ പാരായണം ചെയ്യുക. മൂന്നാമത്തത് ആ ആയത്ത് ഓതിയതിനു ശേഷം ഒരു നിശ്ചിത എണ്ണം, അതെല്ലാ ദിവസവും കൃത്യമായിരിക്കണം. ഒരു 11 തുടങ്ങുന്നെങ്കിൽ എല്ലാ ഫർദ് നമസ്കാര ശേഷം 11 പതിവാക്കുക. അതിനുശേഷം സൂറത്തുൽ ഖസസ്, സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദൂക ഇലാ മആദിൻ ഖുൽ റബ്ബി അഅലമു മൻ ജാഅ ബിൽ ഹുദാ വമൻ ഹുവ ഫിൽ ളലാലിൻ മുബീൻ എന്ന് തുടങ്ങുന്ന ഈ 85-ാമത്തെ ആയത്ത് ചെറിയൊരു ആയത്താണ്. ഇതും ഒരു എണ്ണമില്ല, നിശ്ചിത എണ്ണയില്ല. എത്ര എണ്ണമാണോ അത് നമ്മൾ ചൊല്ലുക. 11 ഇതും ചൊല്ലാം. അപ്പൊ നിസ്കാരം കൃത്യാക്കുന്നു. എല്ലാ ഫർദ് നിസ്കാര ശേഷം സൂറത്തുൽ ഖസസിന്റെ അവസാന ആയത്ത് ഒരു 11 വട്ടം അല്ലെങ്കിൽ 33 വട്ടം അല്ലെങ്കിൽ 101 വട്ടം. അതുപോലെ സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത് എത്ര എണ്ണമാണോ എണ്ണം പതിവാക്കുക, അത് പതിവാക്കുക. അതിനുശേഷം ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്, വിശ്വാസിയുടെ ആയുധമാണ്. പടച്ചവനെ ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ മനസ്സനുവദിക്കണം, ആ സ്വർണ്ണം എടുത്തരെ എങ്ങനെയെങ്കിലും അനുവദിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ദുആരക്കുക. അതോടൊപ്പം 5-ാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, കാണുമ്പോൾ അവരോട് മാന്യമായി ചോദിക്കുക. അതെ, സ്വർണ്ണം എടുത്തരാത്ത എന്താ ദേഷ്യം പിടിപ്പിക്കരുത്. നമ്മൾ ഈ അമല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ കൽബിലേക്ക് അള്ളാഹു മയം കൊടുക്കണം, അവന് സമയം കൊടുക്കണം. നമ്മളെ ഈമാനുള്ളവരൊന്നുമല്ല ചോദിച്ചുടനെ എടുത്തു തരാൻ. നമുക്ക് കുറച്ച് ഈമാൻ കുറവുള്ളവരാ, യക്കീൻ കുറവുള്ളവരാ. അപ്പൊ റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കണം, നമ്മുടെ ഈ ഓതലുകളൊക്കെ സ്വീകരിക്കണം. അപ്പൊ നമ്മൾ കാണുമ്പോ അവരോട് ഇത് മയമായ രീതിയിൽ, മാന്യമായ രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചോദിച്ചുകൊണ്ടും ഇരിക്കണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാകട്ടെ, സ്വർണമാകട്ടെ, എന്തുമാകട്ടെ നിങ്ങൾക്ക് അള്ളാഹു അടുപ്പിച്ചു തരുമെന്ന് മഹാരഥന്മാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പലർക്കും അൽഹംദുലില്ലാ അനുഭവമുണ്ട്. അൽഹംദുലില്ലാ നിങ്ങൾക്കും ഇത് അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് ആശയം, നീട്ടിപ്പരത്തി പറയണില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കാരം കൃത്യമാക്കുക. നിസ്കാര ശേഷം സൂറത്തുൽ ഫത്ഹിന്റെ അവസാന ആയത്ത് ഒരു നിശ്ചിത എണ്ണം, സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ ആയത്ത് നിശ്ചിത എണ്ണം, 4-ാമത് ദുആ ചെയ്യുക, 5-ാമത് മാന്യമായി ചോദിച്ചുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിപ്പിച്ചു തരും. അള്ളാഹു അതിനെ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഇൻഷാ അല്ലാഹ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്‌ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് തിബ്ബു സലാത്തും അസ്മാഉൽ ഹുസ്ന ഹദ്ദാദ് റാത്തീബും മഹാന്മാരുടെ ചരിത്രം നമുക്ക് വലിയ ഇഷ്ടമാണല്ലോ. ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു മജ്‌ലിസാണ്. ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്‌ലിസ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ ബദറിൻ തീരം എന്ന ചാനലിന്റെ ലിങ്ക് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്താൽ ചാനലിലേക്ക് പോകും. അതും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ ഊസിക്കും ബിദ്ദുആ. പുതിയൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.